to Quantum Mechanics for MSc Physics. നമ്മൾ ഈ മെട്രിക്സ് മെക്കാനിക്സ് ചർച്ച ചെയ്യാനുണ്ട്. മെട്രിക്സ് മെക്കാനിക്സിൽ തന്നെ ഓപ്പറേറ്റർ മെക്കാനിക്സ്. ഓപ്പറേറ്റർ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്: ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ, മെട്രിക്സ് ഓപ്പറേറ്റർ. ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ ആയിട്ട് ബന്ധപ്പെട്ട കുറേയേറെ പോസ്റ്റിങ്സ് ഞാൻ BSc ക്വാണ്ടം മെക്കാനിക്സ് എന്നും പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. പ്ലേലിസ്റ്റിൽ അത് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. നിങ്ങൾക്ക് ആവശ്യമുള്ള പോസ്റ്റിങ് കാണുക. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഇന്നിപ്പോൾ ചർച്ച നടത്തുന്നത്. ഇനി നമ്മൾ മെട്രിക്സ് മെക്കാനിക്സിലോട്ട് വാസ്റ്റായിട്ട് കടക്കാനുണ്ട്. അതിന് മുമ്പ് ആംഗുലാർ മൊമെൻറ്റം വെക്ടറും ഒക്കെ ഒന്ന് പരിചയപ്പെടണം. ക്വാണ്ടം മെക്കാനിക്കൽ ഓപ്പറേറ്റർ ആൻഡ് സോ ഓൺ. അങ്ങനെ ക്ലാസിക്കൽ ഫിസിക്സിൽ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നു. ഒബ്സർവേഷൻ മൂലം ആ സിസ്റ്റത്തിന് ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. നമ്മളിപ്പോൾ ഒരു പ്ലാനറ്റിൻ്റെ പൊസിഷൻ, മൊമെൻറ്റം, ഇതൊക്കെ എനർജി, ഇതെല്ലാം കണ്ടുപിടിക്കുമ്പോൾ ഒബ്സർവ് ചെയ്യുക എന്ന് പറയുമല്ലോ. അപ്പോൾ ആ പ്ലാനറ്റിനൊരു കുഴപ്പവും ഉണ്ടാവില്ല. ദാറ്റ് ഈസ് അൺഅഫക്റ്റഡ്. പക്ഷേ ക്വാണ്ടം മെക്കാനിക്സ് കൈകാര്യം ചെയ്യുന്നത് അറ്റോമിക് പാർട്ടിക്കിൾസും എലമെൻ്ററി പാർട്ടിക്കിൾസും ഒക്കെയാണ്. സ്മോൾ വേൾഡ്. അവിടെ ഒബ്സർവേഷൻ നടത്തുമ്പോൾ ആ സിസ്റ്റം ഡിസ്റ്റർബ്ഡ് ആകും. അതാണ് ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ഒരു പ്രത്യേകത. അപ്പം ഈ ഒബ്സർവേഷൻസിനെ നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിൽ ഈ ഒബ്സർവേഷനെ നമ്മൾ ഓപ്പറേറ്റർ എന്നാണ് വിളിക്കുക. മാത്രവുമല്ല, ഏത് സിസ്റ്റത്തിനെ പറ്റി പഠിക്കണോ അതിൻ്റെ മണവും ഗുണവും ഒന്നും നമുക്കറിയേണ്ട കാര്യമില്ല. സിസ്റ്റത്തിനെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് നമ്മളൊരു ഫങ്ഷൻ ഉണ്ടാക്കും. അതിനെ സ്റ്റേറ്റ് ഫങ്ഷൻ അല്ലെ വേവ് ഫങ്ഷൻ എന്ന് വിളിക്കുക. അപ്പോൾ ഇലക്ട്രോൺ എന്ന് പറയുമ്പോൾ ഒരു ക്വാണ്ടം മെക്കാനിക്സ് പഠിക്കുന്ന വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഇലക്ട്രോൺ എന്തായിക്കോട്ടെ, അതെങ്ങനെ ഇരിക്കുന്നതെന്നൊന്നും അറിയണ്ട. നമുക്കത് ഒരു ഫങ്ഷൻ മാത്രമാണ്. ഈ ഫങ്ഷനെ ഈ ഓപ്പറേറ്റർ, അത് ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ ആവാം, മെട്രിക്സ് ഓപ്പറേറ്റർ ആവാം, എന്തുമാകാം, ഈ ഓപ്പറേറ്റർ കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുക. അതാണ് നമുക്ക് ക്വാണ്ടം മെക്കാനിക്സിൽ ഒബ്സർവേഷൻ നടത്തുക എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു റിസൾട്ട്, ആവശ്യമുള്ള റിസൾട്ട് കിട്ടും. ആ റിസൾട്ടിനെയാണ് ഐഗൺ വാല്യൂ എന്ന് പറയുക. ഐഗൺ എന്ന് പറഞ്ഞ ജർമ്മൻ വേർഡാണ്. ബിലോങ്ങിങ് ടു, ക്യാരക്ടറിസ്റ്റിക്, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഓപ്പറേറ്ററിൻ്റെ ക്വാണ്ടം ഐഗൺ വാല്യൂ എന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റർ കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്നും മാത്രം കിട്ടുന്ന റിസൾട്ട്, അതിനനുയോജ്യമായിട്ടുള്ള റിസൾട്ട്, അതാണ് ഐഗൺ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. ഈ ഫങ്ഷനെ സ്റ്റേറ്റ് ഫങ്ഷൻ, വേവ് ഫങ്ഷൻ, അല്ലെ ആ ഓപ്പറേറ്ററിൻ്റെ ഐഗൺ ഫങ്ഷൻ എന്ന് വിളിക്കും. ഓരോ ഓപ്പറേറ്ററിനും അതിന് യോജിച്ച ഫങ്ഷനുണ്ട്, അതാണ് ഐഗൺ ഫങ്ഷൻസ്. ഇതിൽ ഓരോ ഓപ്പറേറ്റർ ബി ഒരു സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ് ഫങ്ഷൻ സൈ എങ്കിൽ ഈ സ്റ്റേറ്റ് ഫങ്ഷനെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ബി കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നു. അത് നമ്മൾ ബി സൈ എന്നെഴുതും. ഈ ഓപ്പറേഷൻ മൂലം സൈക്കൊരു ചേഞ്ച് ഉണ്ടാവാം, ഡിസ്റ്റർബ്ഡ് ആകാം. ഈ മറ്റൊരു ഓപ്പറേഷൻ ഇതിൽ നടത്തുന്നു, എ. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എ ബി സൈ. ഈ പ്രോസസ്സ് ഒന്ന് തിരിക്കുന്നു. ആദ്യം എ കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നു, അപ്പോൾ എ സൈ കിട്ടി. അതിനെ പിന്നെ ബി കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നു, അപ്പോൾ ബി എ സൈ. പൊതുവേ ഈ രണ്ട് റിസൾട്ടും വ്യത്യസ്തമായിരിക്കും. എ ബി സൈ അതിൽ നിന്നും കിട്ടുന്ന ഐഗൺ വാല്യൂവും ബി എ സൈ അതിൽ നിന്നും കിട്ടുന്ന ഐഗൺ വാല്യൂവും വ്യത്യസ്തമായിരിക്കും. അത് കമ്മ്യൂട്ടേറ്റ് ചെയ്യുന്നില്ല എന്ന് നമ്മൾ പറയും. അപ്പോൾ നമ്മൾ പറയുന്നത് എ ബി മൈനസ് ബി എ ഈസ് ഡിഫറെൻറ്റ് ഫ്രം 0 0 O
നൾ ഓപ്പറേറ്റർ എന്ന് പറയും. അല്ലെ എ ബിയും ബി എയും വ്യത്യസ്തമായിരിക്കും. അതിനെയാണ് നോൺ കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറയുക. ചില പ്രോസസ്സിൽ എ ബിയും ബി എയും ഒരേ റിസൾട്ട് തന്നെ ഫങ്ഷനിൽ നിന്ന് നമുക്ക് കിട്ടും. അതാണ് കമ്മ്യൂട്ട് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പം ഇതെല്ലാം ഞാൻ നേരത്തെ ഉള്ള പോസ്റ്റിങ്സിൽ എക്സാമ്പിൾ സഹിതം പറഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോൾ രണ്ടുമൂന്ന് പ്രോബ്ലംസ് ഇതുമായിട്ട് ബന്ധപ്പെട്ടെന്ന് കാണുന്നു, ഡിഫറൻഷ്യൽ ഓപ്പറേറ്ററുമായിട്ട് ബന്ധപ്പെട്ട്. സാധാരണ നമുക്ക് പരിചയമുള്ള 3-4 ഡിഫറൻഷ്യൽ ഓപ്പറേറ്റേഴ്സാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓപ്പറേറ്റർ എന്ന് പറയുമ്പോൾ ഒരു ഹാറ്റ് ഇട്ട് കാണിക്കും, വെറുതെ എഴുതുന്നുണ്ട്, ഒക്കെ ചെയ്യാം. ഓപ്പറേറ്റർ എന്നുള്ള അർത്ഥം മനസ്സിലാകുന്ന വിധത്തിലാണെങ്കിൽ നമ്മൾ ഈ ഇത് മേളിൽ സിമ്പിൾ കൊടുക്കുകയല്ല. അപ്പോൾ അത് മനസ്സിലാകുന്ന രീതിയിൽ പൊതുവേ ഇങ്ങനെ പി എക്സ് ഹാറ്റ് എക്സ് കമ്പോണൻ്റ് ഓഫ് മൊമെൻറ്റം ഓപ്പറേറ്റർ, ദറ്റ് ഈസ് എച്ച് കട്ട് ബൈ ഐ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ്. ഈ ഓപ്പറേറ്ററൊക്കെ ഞാൻ ഫോം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചിട്ടുണ്ട്. പ്ലേലിസ്റ്റ് BSc ക്വാണ്ടം മെക്കാനിക്സ് എന്നും പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. ഇതുപോലെ പൊസിഷൻ ഓപ്പറേറ്റർ എക്സ്, ഇത് വായിക്കുന്നത് എക്സ് ഹാറ്റ് പി എക്സ് ഹാറ്റ് എന്നൊക്കെയാണ്. അപ്പോൾ പൊസിഷൻ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ പൊസിഷൻ കോർഡിനേറ്റ് തന്നെയാണ്. എനർജി ഓപ്പറേറ്റർ വേവ് ഫങ്ഷൻ ടൈം ഡിപ്പെൻഡൻ്റ് ആണെങ്കിൽ എനർജി ഓപ്പറേറ്റർ ഈസ് ഐ എച്ച് കട്ട് ഡോ ബൈ ഡോ ടി. ഹാമിൽട്ടോണിയൻ അത് ക്ലാസിക്കൽ ഫിസിക്സിൽ ടോട്ടൽ എനർജിയാണ്. ക്വാണ്ടം മെക്കാനിക്സിൽ അത് ഓപ്പറേറ്ററായിട്ട് വരുമ്പോൾ എച്ച് ഹാറ്റ് ഈക്വൽസ് മൈനസ് എച്ച് കട്ട് സ്ക്വയർ ബൈ 2m ഇൻറ്റു ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് വി എക്സ്. ദിസ് ഈസ് ദി പൊട്ടൻഷ്യൽ ഓപ്പറേറ്റർ. പൊട്ടൻഷ്യൽ എനർജി, കൈനറ്റിക് എനർജി. ദിസ് ഈസ് പി സ്ക്വയർ ബൈ 2m വി എക്സ്. ഇത് എക്സ് കമ്പോണൻറ്റ് മാത്രം. ജനറലായിട്ട് 3 ഡയമെൻഷൻ എടുക്കുമ്പോൾ ഇവിടെ ഡെൽ സ്ക്വയറും ഒക്കെ വരും. ഇപ്പോൾ ഞാൻ 1 ഡയമെൻഷൻ കേസ് മാത്രം പറയുന്നു. ഇപ്പോൾ ഒരു ചെറിയ ലൈറ്റായിട്ടുള്ള ചില പ്രോബ്ലംസ്. കമ്മ്യൂട്ടേറ്റർ ഇങ്ങനെയാണെന്നല്ല റെപ്രസെൻറ്റ് സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് എക്സ് പി എക്സ്, ദറ്റ് ഈസ് എക്സ് പി എക്സ് ഓപ്പറേറ്റർ. ഞാൻ ഓപ്പറേറ്റർ നൊട്ടേഷൻ ഇവിടെ കൊടുത്തിട്ടില്ല. എക്സ് പി എക്സ് കമ്മ്യൂട്ടേറ്റർ എക്സ് പി എക്സ് ഈക്വൽസ് എക്സ് പി എക്സ് മൈനസ് പി എക്സ് ഇൻറ്റു എക്സ്. ഏതൊരു ആർബിട്രറി വേവ് ഫങ്ഷനെ ഇതുകൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നു. ഓപ്പറേറ്റർ എപ്പോഴും ലെഫ്റ്റ് സൈഡിലാണ് കൊടുക്കുക, ഐഗൺ ഫങ്ഷൻ റൈറ്റ് സൈഡിലും കൊടുക്കും. അപ്പോൾ എക്സ് പി എക്സ് സൈ എക്സ് ഈക്വൽസ് എക്സ് പി എക്സ് മൈനസ് പി എക്സ് എക്സ് ഓഫ് സൈ എക്സ്. ഇതിൽ ഓരോ ടേമും കണ്ടുപിടിക്കാം. എക്സ് പി എക്സ് സൈ എന്ന് പറഞ്ഞാൽ എക്സ് ഇൻറ്റു പി എക്സ് ഓപ്പറേറ്റർ ഫോമിലാകുമ്പോൾ എച്ച് കട്ട് ബൈ ഐ ഡോ ബൈ ഡോ എക്സ് ഓഫ് സൈ. പി എക്സ് എക്സ് സൈ അതിൻ്റെ ഓർഡർ തിരിച്ചു. അപ്പോൾ എച്ച് കട്ട് ബൈ ഐ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് സൈ. ഇത് പ്രോഡക്റ്റ് റൂളാണ് അപ്ലൈ ആയിട്ട്. അപ്പോൾ എച്ച് കട്ട് ബൈ ഐ ഇൻറ്റു എക്സ് ഇൻറ്റു ഡോ സൈ ബൈ ഡോ എക്സ് പ്ലസ് സൈ ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ എക്സ്, ദാറ്റ് ഈസ് 1. എങ്കിൽ എക്സ് പി എക്സ് സൈ, ഇവിടെ സൈ ഉണ്ട്, ഈക്വൽസ് ഇത് മൈനസ് ഇത്, ദിസ് മൈനസ് ദിസ്. എച്ച് കട്ട് ബൈ ഐ എക്സ് അത് കോമണായിട്ട് എടുക്കാം. എക്സ് ഡോ സൈ ബൈ ഡോ എക്സ് മൈനസ് എക്സ് ഡോ സൈ ബൈ ഡോ എക്സ് മൈനസ് സൈ. ക്യാൻസൽ ചെയ്യും. പോയിട്ട് എക്സ് പി എക്സ് സൈ ഈക്വൽസ് എച്ച് കട്ട് ബൈ ഐ ഇൻറ്റു മൈനസ് സൈ, മൈനസ് 1 എന്ന് പറഞ്ഞാൽ ഐ സ്ക്വയറാണ്. അപ്പോൾ എച്ച് കട്ട് ബൈ ഐ ഇൻറ്റു ഐ സ്ക്വയർ സൈ ഓർ ദാറ്റ് ഈസ് ഐ എച്ച് കട്ട് സൈ. ഈ സൈ അങ്ങ് തൂത്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എക്സ് പി കമ്മ്യൂട്ടേറ്റർ ഓഫ് എക്സ് പി എക്സ് ഈക്വൽസ് ഐ എച്ച് കട്ട്. അപ്പോൾ ഇതാണ് പൊസിഷനും മൊമെൻറ്റവും തമ്മിലുള്ള കമ്മ്യൂട്ടേറ്റർ റിലേഷൻ. മറ്റൊരെണ്ണം ഇവാലുവേറ്റ് കമ്മ്യൂട്ടേറ്റർ എക്സ് സ്ക്വയർ പി എക്സ്.
കമ്മ്യൂട്ടേറ്റർ എക്സ് സ്ക്വയർ പി എക്സ് എന്ന് പറഞ്ഞാൽ ഇത് എക്സ് സ്ക്വയർ പി എക്സ് മൈനസ് പി എക്സ് എക്സ് സ്ക്വയറാണ്. ഈ എക്സ് സ്ക്വയർ എന്നുള്ള ഓപ്പറേറ്റർ ഏതല്ല? എക്സ് എക്സ് പി എക്സ് മൈനസ് പി എക്സ് എക്സ് എക്സ്. ഇതിൻ്റെ കൂടെ എക്സ് പി എക്സ് എക്സ് ആഡ് ചെയ്യുകയും സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എക്സ് എക്സ് പി എക്സ് മൈനസ് പി എക്സ് 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 പ്ലസ് എക്സ് പി എക്സ് എക്സ് മൈനസ് എക്സ് പി എക്സ് എക്സ്. ഇതും കൂടെ കമ്പൈൻ ചെയ്യുക. ലെഫ്റ്റ് സൈഡിലെ എക്സ് കോമൺ ഫാക്ടറായിട്ട് എടുത്തുകൊണ്ട് ഇതെല്ലാം ഓപ്പറേറ്ററാണ്. എക്സ് ഇൻറ്റു എന്ന് പറയുന്ന ഓഫ് എക്സ് പി എക്സ് മൈനസ് പി എക്സ് എക്സ്. ഈ ലെഫ്റ്റ് സൈഡിലെ എക്സ് കോമൺ ആയിട്ട് എടുത്തു പ്ലസ് ഇതും കൂടെ കമ്പൈൻ ചെയ്യുക. ഇവിടെ റൈറ്റ് സൈഡിലെ എക്സ് കോമൺ ആയിട്ട് എടുക്കുന്നു. അപ്പോൾ പി എക്സ് പി എക്സ് മൈനസ് പി എക്സ് എക്സ് ഇൻറ്റു എക്സ്. ദിസ് ഈസ് എക്സ്. ഇതിപ്പോൾ കമ്മ്യൂട്ടേറ്റർ എക്സ് പി എക്സ് ആ പ്ലസ് കമ്മ്യൂട്ടേറ്റർ എക്സ് പി എക്സ് ഇൻറ്റു എക്സ്. ദറ്റ് ഈസ് എക്സ് ഇൻറ്റു ഇതിൻ്റെ വാല്യൂ ഐ എച്ച് കട്ടാണ് ഇപ്പോൾ കിട്ടിയല്ലോ. ഐ എച്ച് കട്ട് പ്ലസ് ദിസ് ഈസ് ഐ എച്ച് കട്ട് എക്സ്. ഐ എച്ച് കട്ട് ഒരു ന്യൂമറിക്കൽ വാല്യൂ ആണ്. അപ്പോൾ എക്സ് ഐ എക്സ് കട്ട് പ്ലസ് ഐ എച്ച് കട്ട് എക്സ്. അവിടെ എക്സിൻ്റെ ഓർഡർ പ്രശ്നമല്ല. അപ്പോൾ നമുക്ക് 2IH cut x എന്ന് കിട്ടും. ദാറ്റ് ഈസ് ദി വാല്യൂ ഓഫ് ദിസ് കമ്മ്യൂട്ടേറ്റർ. Another one, prove that momentum of a free particle commutes with the Hamiltonian operator. Hamiltonian operator മുമ്പേ കണ്ടു. മൈനസ് എച്ച് കട്ട് സ്ക്വയർ ബൈ 2m ഇൻറ്റു ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് വി എക്സ് എന്ന. ഫ്രീ പാർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ അതിലൊരു പൊട്ടൻഷ്യൽ ഫീൽഡും ആക്ട് ചെയ്യുന്നില്ല എന്നർത്ഥം. ദാറ്റ് മീൻസ് വി എക്സ് ഈക്വൽസ് 0. പൊട്ടൻഷ്യൽ ഓപ്പറേറ്റർ പൊട്ടൻഷ്യൽ 0യാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ എച്ച് ഹാറ്റ് ഈക്വൽസ് മൈനസ് എച്ച് കട്ട് സ്ക്വയർ ബൈ 2m ഇൻറ്റു ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ. അതുപോലെ പി ഹാറ്റ് ഈക്വൽസ് എച്ച് കട്ട് ബൈ ഐ ഇൻറ്റു ഡി ബൈ ഡി എക്സ്. എക്സ് മാത്രം വെക്കുന്നതുകൊണ്ട് ഈ ടോട്ടൽ ഡെറിവേറ്റീവ് ആയിട്ട് എഴുതാം. എങ്കിൽ കമ്മ്യൂട്ടേറ്റർ എച്ച് പി ഈക്വൽസ് എച്ച് പി മൈനസ് പി എച്ച്. ഓപ്പറേറ്റിംഗ് ഓൺ ആൻ ആർബിറ്ററി വേവ് ഫംഗ്ഷൻ സൈ എക്സ്. എച്ച് പി സൈ ഈക്വൽസ് എച്ച് പി സൈ മൈനസ് പി എച്ച് സൈ. എച്ച് പി സൈ എന്ന് പറഞ്ഞാൽ മൈനസ് എച്ച് കട്ട് സ്ക്വയർ ബൈ 2m ഇൻറ്റു എച്ച് കട്ട് ബൈ ഐ ഇൻറ്റു ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ ഓഫ് ഡി സൈ ബൈ ഡി എക്സ്. ഈ എച്ച് ഫാക്ടർ ഒന്നിച്ചങ്ങ് എഴുതി എന്നുള്ളതേ ഉള്ളൂ. ഓർ ദിസ് ഇസ് മൈനസ് എച്ച് കട്ട് ക്യൂബ് ബൈ 2mi ഇൻറ്റു ഡി ക്യൂബ് സൈ. തേർഡ് ഡെറിവേറ്റീവ് ആയിട്ട് വരുമല്ലോ, ഡി ക്യൂബ് സൈ ബൈ ഡി എക്സ് ക്യൂബ്. ഓർ ഇതിരിക്കുക പി എച്ച് സൈ എച്ച് കട്ട് ബൈ ഐ ഇൻറ്റു മൈനസ് എച്ച് കട്ട് സ്ക്വയർ ബൈ 2m ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് പിയുടെ ഡി ബൈ ഡി എക്സ് ഓഫ് എച്ചിൻ്റെ ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ സൈ. ഇത് ഡി ക്യൂബ് എക്സ് സൈ ബൈ ഡി എക്സ് ക്യൂബ് എന്ന് കിട്ടും. അപ്പോൾ ഇത് രണ്ടും സെയിമാണ്. ദാറ്റ് മീൻസ് എച്ച് പി മൈനസ് പി എച്ച് ഈക്വൽസ് 0 അല്ലെ നൾ ഓപ്പറേറ്റർ. ചുരുക്കത്തിൽ നമുക്ക് കിട്ടുന്നത് എച്ച് പി സൈ ഈക്വൽസ് ഒ സൈ. ഓർ 0 എന്നും വായിക്കാം. ഓപ്പറേറ്റർ ആകുമ്പോൾ വെറുതെ പറയുമ്പോൾ ഓഫ് ആൻഡായിട്ട് നമ്മൾ 0 എന്നൊക്കെ പറയാറുണ്ട്. ഓർ എച്ച് പി ഈക്വൽസ് 0. ഓർ ദാറ്റ് മീൻസ് 0 ആണെങ്കിൽ ഇത് കമ്മ്യൂട്ട് ചെയ്യുന്നു. ഓർഡർ തിരിച്ചാലും സെയിം റിസൾട്ടാണ് കിട്ടുന്നതെന്നർത്ഥം. ദാറ്റ് ഈസ് എച്ച് ആൻഡ് പി കമ്മ്യൂട്ട്. Another one, prove that parity operator commutes with the Hamiltonian of a system. Parity operator കൊണ്ട് ഒരു ഫംഗ്ഷനോ സ്റ്റേറ്റ് ഫംഗ്ഷനോ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കോർഡിനേറ്റ് ഒന്ന് സൈൻ മാറും. അതാണ് അതിൻ്റെ പ്രത്യേകത. ഇതൊക്കെ നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ട്. BSc ക്വാണ്ടം മെക്കാനിക്സ് നിങ്ങൾ നോക്കിയാൽ മതി ആവശ്യമുള്ള പോസ്റ്റിങ്സിൽ. അപ്പോൾ പൈ അതിൻ്റെ സിമ്പൽ പൈ ഹാറ്റ് സൈ എക്സ് ഈക്വൽസ് സൈ ഓഫ് മൈനസ് എക്സ്. ഈ കോർഡിനേറ്റ് പ്ലസ് എക്സ് ആയിരുന്നത് മൈനസ് എക്സ് ആകും. ഇവിടെ മൈനസ് എക്സ് ആകുന്നു, ഇവിടെ പ്ലസ് എക്സ് വരും. ദറ്റ് ഈസ് ഈക്വൽ ടു എ റിഫ്ലക്ഷൻ ഓഫ് ദി കോർഡിനേറ്റ്സ്. ഇനി
എച്ച് ഹാറ്റ് എന്ന് പറയുന്നത് മൈനസ് എച്ച് കട്ട് സ്ക്വയർ ബൈ 2m ഇൻറ്റു ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് വി എക്സ് പൊട്ടൻഷ്യൽ ഓപ്പറേറ്ററുണ്ട്. അപ്പോൾ എച്ച് സൈ ഒന്ന് കേട്ട് നോക്കുക. എച്ച് സൈ എന്ന് പറയുന്നത് മൈനസ് എച്ച് കട്ട് സ്ക്വയർ ബൈ 2m ഇൻറ്റു ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ സൈ എക്സ് പ്ലസ് വി എക്സ് സൈ എക്സ്. എങ്കിൽ ഇതിനെ പൈ കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുക. പൈ എച്ച് സൈ എക്സ് ഈക്വൽസ് മൈനസ് എച്ച് കട്ട് സ്ക്വയർ ബൈ 2m ഇൻറ്റു ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ സൈ മൈനസ് എക്സ് എന്നാകും. കാരണം ഈ കിട്ടുന്നതിന് പൈ കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ എക്സ് അല്ല മൈനസ് എക്സ് ആവും. സൈ മൈനസ് എക്സ് പ്ലസ് വി മൈനസ് എക്സ് സൈ മൈനസ് എക്സ്. സിമെട്രിക് പൊട്ടൻഷ്യൽ ആണെങ്കിൽ വി എക്സും വി മൈനസ് എക്സും ഈക്വലാണ്. കാരണം ഇപ്പോൾ ഒരു പോയിൻ്റ് ചാർജിൻ്റെ പൊട്ടൻഷ്യൽ പ്ലസ് എക്സ് എടുത്താലും മൈനസ് എക്സ് എടുത്താലും സെയിം റിസൾട്ടാണ് കിട്ടുക. ഇപ്പോൾ സിമെട്രിക് പൊട്ടൻഷ്യൽ ഫോർ സിമെട്രിക് പൊട്ടൻഷ്യൽ വി എക്സ് ഈക്വൽസ് വി മൈനസ് എക്സ്. അപ്പോൾ ഇവിടെ വി മൈനസ് എക്സിൻ്റെ സ്ഥാനത്ത് നമുക്ക് വി എക്സ് എന്ന് എഴുതാം. സോ ദിസ് ഈസ് പൈ എച്ച് സൈ എക്സ് ഈക്വൽസ് മൈനസ് എക്സ് കട്ട് സ്ക്വയർ ബൈ 2m ഇൻറ്റു ഡി സ്ക്വയർ സൈ മൈനസ് എക്സ് ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് വി എക്സ് വി മൈനസ് എക്സിന് പകരം വി എക്സ് ഓഫ് സൈ മൈനസ് എക്സ്. ഇത് സത്യത്തിൽ പൈ സൈ എക്സ് എന്ന് പറഞ്ഞാൽ സൈ മൈനസ് എക്സാ. അതിൻ്റെ എച്ച് കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുമ്പം കിട്ടുന്നതാ ഇത്. സോ ദിസ് ഈസ് ഈക്വൽ ടു എച്ച് പൈ സൈ എക്സ്. അപ്പോൾ പൈ എച്ച് സൈ എക്സും എച്ച് പൈ സൈ എക്സും സെയിം ആയിട്ടാണ് കിട്ടിയത്. ദസ് എച്ച് പൈ മൈനസ് പൈ എച്ച് ഈക്വൽസ് ഒ ഓർ എച്ച് പൈ ഈക്വൽസ് O. That is H and P commute. ബാക്കി നമ്മൾ കൂടുതൽ പോയിൻറ്റ്സ് കൂടുതൽ പോസിങ്സ് പുറകെ വരുന്നുണ്ട്. താങ്ക്